നമ്മൾ കാണുന്നത് ഫോട്ടോ എഡിറ്റ് ചെയ്യുന്നൊരു സോഫ്റ്റ്വെയറാണ്. നമ്മൾ എത്ര നല്ലതായിട്ട് ഫോട്ടോ എടുത്താലും അത് എഡിറ്റ് ചെയ്യുമ്പോഴാണ്, അതിന് കുറച്ച് എഫക്ട്സ് കൊടുക്കുമ്പോഴാണ് അത് ഏറ്റവും മനോഹരമാകുന്നത് കാണാൻ. പക്ഷേ ഇന്ന് ഏറ്റവും അധികം ആൾക്കാർ ഉപയോഗിക്കുന്നത് ഫോട്ടോഷോപ്പ്, കോറൽ, അങ്ങനെ മറ്റ് വലിയ സോഫ്റ്റ്വെയറുകളൊക്കെ. അത് വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടൊരു സോഫ്റ്റ്വെയർ. അത് ഒത്തിരി നമ്മൾ കഷ്ടപ്പെടണം അതിൽ നല്ല എഫക്ട്സ് കൊടുക്കാൻ, അല്ലെങ്കിൽ നമ്മളത് ശരിക്ക് പഠിച്ചിരിക്കണം. പക്ഷേ ഇന്ന് നമ്മൾ പരിചയപ്പെടുന്ന ഫോട്ടോ എന്ന് പറയുന്ന ഈ സോഫ്റ്റ്വെയർ, ഇത് വളരെ എളുപ്പമാണ് ഉപയോഗിക്കാൻ. അതുമാത്രമല്ല ഇത് ഫ്രീയുമാണ്. നമുക്ക് നോക്കാം എങ്ങനെയാണ് ഈ ഫോട്ടോ നമുക്ക് ഉപയോഗിക്കുന്നതിനെ പറ്റിയും ഇത് കിട്ടുന്നതിനെ പറ്റിയും. ഫോട്ടോയുടെ നമുക്ക് അവരുടെ വെബ്സൈറ്റിൽ തന്നെ നമുക്ക് നോക്കാം. ഫോട്ടോയുടെ വെബ്സൈറ്റിൽ ഇവിടെ ഡൗൺലോഡ് ഫോട്ടോ ഓപ്ഷനുണ്ട്. നമുക്ക് ഓൺലൈനിലും ഇത് എഡിറ്റ് ചെയ്യാനായിട്ട് പറ്റും ഈ സോഫ്റ്റ്വെയർ. മെയിൽ അഡ്രസ്സ് നമ്മൾ ടൈപ്പ് ചെയ്യണം. നമ്മളിത് ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ മെയിലിലേക്ക് ഒരു ലിങ്ക് വരും, ഫോട്ടോ അയക്കുന്നത്. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ സോഫ്റ്റ്വെയർ ഡൗൺലോഡ് ചെയ്യാനായിട്ടുള്ള ഒരു ഓപ്ഷൻ ലഭിക്കും. നമുക്കത് കമ്പ്യൂട്ടറിലേക്ക് ഡൗൺലോഡ് ചെയ്യാം, ഇൻസ്റ്റാൾ ചെയ്യാം. ഇനി നോക്കാം എങ്ങനെയാണ് ഫോട്ടോ അത് എങ്ങനെയാണ് ഉപയോഗിക്കുന്നത്. നമ്മുടെ കമ്പ്യൂട്ടറിലേക്ക് നാം ഫോട്ടോറിൻ്റെ സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ ആ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലൊരു പേജാണ് ആദ്യം ഓപ്പണായി വരുന്നത്. അതിൽ ഈ ഭാഗം എഡിറ്റ് ചെയ്യാനായിട്ടുള്ളത് ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ അതൊരു കോളേജ് എഫക്ട്സ്, ഒത്തിരി അനേകം ചിത്രങ്ങൾ ചേർത്ത് നമുക്ക് ഇവിടെ ഒരു എഫക്ട്സ് കൊടുക്കുന്നതാണ്. ഇത് കോളേജ് എഫക്ട്സ്. അതുപോലെ ബാച്ചായിട്ട് നമുക്ക് പിക്ചറുകൾ എടുക്കാനായിട്ട് പറ്റും ഡയറക്റ്റ്ലി. ആദ്യം നമ്മൾ നോക്കുന്നത് ഈ എഡിറ്റ് ചെയ്യുന്ന ഭാഗം. എഡിറ്റ് ചെയ്യുന്ന പേജിലേക്ക് നമ്മൾ പോകും. ഇത്രയും ഭാഗത്താണ് നമ്മൾ നമ്മുടെ കമ്പ്യൂട്ടറിൽ നിന്ന് ചിത്രങ്ങൾ ഈ ഭാഗത്തേക്ക് എടുത്തിട്ട് നമ്മൾ ചിത്രങ്ങൾക്ക് അതിനാവശ്യമായിട്ടുള്ള എഫക്റ്റ് കൊടുക്കുന്നത്. ഈ ഭാഗത്ത് ഈ കാണുന്നതൊക്കെയും അതിൻ്റെ എഫക്ട്സാണ്. ഇതിലോരോന്ന് നിൽക്കുമ്പോൾ അതിനെന്തൊക്കെ ആവശ്യമുണ്ടോ അതെല്ലാം ഇവിടെ വരും. നമുക്ക് ആദ്യം ഈ വീഡിയോയിൽ ഇതെങ്ങനെയാണ് ചിത്രം ഇതിലേക്ക് എടുക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഈ ക്ലിക്ക് ഹിയർ ടു സ്റ്റാർട്ട് ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ കമ്പ്യൂട്ടറിൽ നമ്മൾ സേവ് ചെയ്തിരിക്കുന്ന ചിത്രങ്ങൾ നമുക്ക് ഇതിലേക്ക് എടുക്കാം. ഈ ഒരു ഫോൾഡറിൽ ഞാൻ ഓൾറെഡി 2 ചിത്രങ്ങൾ ഇവിടെ വെച്ചിട്ടുണ്ട്. ഇതിൽ ഈ ഒരു ചിത്രം നമുക്ക് എടുക്കാം. ഇതിലേക്കായി കഴിഞ്ഞു. ഇത് ഗവിയിലെ പിക്ചറാണ്. അത് മാത്രമല്ല ഇത് ഉച്ചയ്ക്ക് എടുത്ത പിക്ചറാണ്. അതുകൊണ്ടൊരു ലൈറ്റ് ഇങ്ങനെയുണ്ട്, അത്ര ക്ലിയർ അല്ല, ക്ലാരിറ്റി ഇല്ല. ഇത് വെറും ഒരു ക്യാമറയിൽ കാണുമ്പോൾ എങ്ങനെ ഇരിക്കും, പക്ഷേ നിങ്ങൾ നോക്കിക്കോണം എഫക്ട്സ് കൊടുത്ത് കഴിയുമ്പോൾ എന്ത് വ്യത്യാസം ഇതിന് വരുന്നു നമുക്ക് നോക്കാം. ആദ്യം നമ്മൾ കാണുന്നത് സീൻ ഓപ്ഷൻസ് ആണ്. ഇവിടെ ഈ സീൻ ക്ലിക്ക് ചെയ്യുമ്പോൾ മറ്റ് അഡോബ്, ഫോട്ടോഷോപ്പ്, കോറൽ, ഫോട്ടോ എഡിറ്റിംഗ് സോഫ്റ്റ്വെയറിലൊക്കെ വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് എഫക്ട്സ് കൊടുക്കുകയാണെങ്കിൽ ഇവിടെ ഈ ബാക്കിലിട്ട് ചുമ്മാ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ എഫക്ട്സ് ഇവിടെ വരും. ഡാർക്കനാക്കണമെങ്കിൽ ആ സീൻ ഇവിടെ വരും. സൺസെറ്റ് സീനാണെങ്കിൽ ആ സീൻ നമുക്ക് കിട്ടും. അതുപോലെ ഇത് വളരെ എളുപ്പമാണ്. സാൻഡ് ആൻഡ് സ്നോ എഫക്റ്റ് വേണമെങ്കിൽ അത് ക്ലിക്ക് ചെയ്താൽ അതിവിടെ വരും. അതാണ് ഈ സീനിൻ്റെ പ്രത്യേകത. ഒരു ക്ലിക്കിൽ തന്നെ നമുക്ക് ഈ സീന് നമുക്ക് മാറ്റാനായിട്ട് പറ്റും. ഇനി നമുക്കിതൊന്നും വേണ്ടെങ്കിൽ നമുക്ക് തിരിച്ച് നണ്ണിലേക്ക് പോകാം. ഈ ഓട്ടോ എഫക്ട്സ് കൊടുക്കണമെങ്കിൽ ഇത് ക്ലിക്ക് ചെയ്താൽ ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ ആവശ്യമായിട്ടുള്ള ലൈറ്റ് ഇത് തന്നെ കൊടുക്കും. അല്പം കൂടെ നമുക്ക് ക്ലിയർ ആയിട്ട് കാണാം. പക്ഷേ ഈ പിക്ചർ അത്ര ക്ലാരിറ്റി ഇല്ലാത്തതുകൊണ്ട് ഇവിടെ എല്ലാം നമുക്ക് ഒരു വല്ലാത്തൊരു ക്ലിയർ അല്ലാത്ത പോലെയാണ് നമ്മൾ കാണുന്നത്. ക്രോപ്പ്. ചില ചിത്രങ്ങളൊക്കെ നമ്മൾ ചരിച്ചായിരിക്കാം എടുക്കുന്നത്. ചിലരെടുക്കുമ്പോൾ എങ്ങനെയെങ്കിലും അബദ്ധത്തിലത് ചിലപ്പോൾ ചരിഞ്ഞു പോകും. പക്ഷെ ഇവിടെ ഈ സ്ട്രെയിറ്റൻ ഓപ്ഷനിനകത്ത് ഈ പിക്ചർ ശരിക്കും ചരിഞ്ഞല്ല ഇരിക്കുന്നത്, നേരെ ആയിരിക്കുന്നത്. അതുകൊണ്ട് ഒരു പക്ഷേ ഇത് കാണിക്കുമ്പോൾ നിങ്ങൾക്ക് അത്ര ക്ലിയർ ആയിട്ട് മനസ്സിലാകില്ലായിരിക്കും. എങ്കിലും നിങ്ങൾ ചരിഞ്ഞൊരു പിക്ചറാണ് ഇരിക്കുന്നതെങ്കിൽ നമുക്കത് നേരെയാക്കാനായിട്ട് ഇതുകൊണ്ട് പറ്റും. അതുകൊണ്ട് ലെറ്റ് മീ ഷോ യു സംതിങ്. ഈ ഒരു കുഞ്ഞിൻ്റെ പടം നമുക്കിത് വേണമെങ്കിൽ നേരെയാക്കാം ഈ ക്രോപ്പ് എഫക്റ്റിലൂടെ. ഈ സ്ട്രെയിറ്റൻ ഇതിലൂടെ നമുക്ക് അവനെ നമുക്ക് നേരെ കിട്ടണമെങ്കിൽ, അല്ലെങ്കിൽ അല്പം കൂടെ ഇങ്ങനെ നേരെ കിടക്കുന്നൊരു പിക്ചർ നമുക്ക് വേണമെങ്കിൽ നമുക്കിങ്ങനെ എടുക്കാനായിട്ട് പറ്റും. ഇനി നമുക്കിത് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നമുക്കിവിടെ തിരിച്ച് വീണ്ടും പോകാം. അൺഡു റീഡ് ഓപ്ഷൻസ് ഇവിടെ ഉണ്ട്. അതുപോലെ ഇതിൽ ഈ പിക്ചറിൽ നമുക്ക് ഇത്രയും ഭാഗമായിട്ട് നമുക്ക് ക്രോപ്പ് ചെയ്തെടുക്കാനായിട്ടുള്ള
ഓപ്ഷൻ ഉണ്ട്. ഈ ഡൺ നീക്കിക്കഴിഞ്ഞാൽ നമുക്കത് ക്രോപ്പ് ചെയ്യാം. അതല്ലെങ്കിൽ ഇവിടെ ഓരോ സൈസ് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. സ്ക്വയറായിട്ട് നമുക്ക് വേണമെങ്കിൽ സ്ക്വയറായിട്ട് എടുക്കാം. അതുപോലെ പല രീതിയിലുള്ള ഐഫോണിന് വേണ്ടി ഉള്ള ഓപ്ഷൻസ്, പല രീതിയിലുള്ള ഓപ്ഷൻസ് ഈ ക്രോപ്പ് ചെയ്യുന്നതിനകത്ത് ഉണ്ട്. തീർച്ചയായിട്ടും മറ്റുള്ള ഓപ്ഷൻസ് എങ്ങനെയാണ് ഉപയോഗിക്കുന്നതെന്ന് അറിയാനായിട്ട് അടുത്ത വീഡിയോ കാണുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.